നമുക്കിന്ന് കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിലെ മറ്റ് സദ്യ സ്പെഷ്യൽ റെസിപ്പീസ്, അതായത് പായസങ്ങളും മറ്റ് കറികളുടെ റെസിപ്പീസും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഹൈ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളം എന്ന ചാനലിൽ കയറുക, അതിലെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ അതെല്ലാം കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സദ്യ സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ റെസിപ്പീസിലോട്ട് പോകാൻ പറ്റും. ഒരു പാനിലോട്ട് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. പിന്നെ നമുക്ക് ഒരു നുള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, വളരെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളയ്ക്കാനാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കുരുമുളക് പൊടി നന്നായിട്ട് വെന്ത് കിട്ടണം. എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ കാളൻ കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ വേഗം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ അത് അത്യാവശ്യം കുരുമുളക് പൊടി വെന്ത് കാണുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് പച്ചക്കായ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലത്തെ കഷ്ണങ്ങൾ, അത് അത്യാവശ്യം കട്ടിയുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേന ഉണ്ടെങ്കിൽ ചേനയും തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലത്തെ ഷേപ്പിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ ഇപ്രാവശ്യം ചേന ചേർക്കുന്നില്ല, പച്ചക്കായ മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല, കാരണം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വെന്ത് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ കലച്ച് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് നേരെ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്ത വെള്ളം ചേർക്കുവാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും നമ്മുടെ പച്ചക്കായൊക്കെ കല്ലച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേർത്തിട്ടുള്ള ഈ പച്ചക്കായ നന്നായിട്ട് വേവിച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. പച്ചക്കായ വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ ചുരണ്ടിയത് ചേർക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ല മയത്തിൽ പേസ്റ്റ് പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. റഫായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാളൻ കറിക്ക് ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന സ്വാദ് കിട്ടില്ല. അതുകൊണ്ട് നല്ല മയത്തിൽ നല്ല പേസ്റ്റ് പരുവം ഇത് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് വേണം ഇത് അരയ്ക്കാനായിട്ട്. നമ്മൾ ഏതൊക്കെയാലും 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് മതിയാകും. അപ്പോൾ അതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് സ്പൂണോ ഫോർക്കോ വെച്ച് ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്നും ഇട്ട് യാതൊരു കാരണവശാലും അടിച്ചെടുക്കരുത്, കാരണം മിക്സിയിലൊക്കെ അടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ലൂസായി പോകും. നമുക്ക് ആ രീതി വേണ്ട. സാധാരണ തൈരെടുത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പൂണോ ഫോർക്കോ വെച്ച് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറുക്ക് കാളന് ഉപയോഗിക്കുന്ന തൈരിന് നേരിയ പുളിയുള്ള തൈരാണെങ്കിലായിരിക്കും കുറുക്ക് കാളന് കൂടുതൽ രുചി ഉണ്ടാവുക. നമ്മുടെ പച്ചക്കായ ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട്, അതായത് പച്ചക്കായ വെന്ത ഉടനെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പച്ചക്കായ വെന്ത ഉടനെ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറുക്ക് കാളൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ, സ്പൂൺ വെച്ച് അടിച്ചു വെച്ച തൈര്, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. 2.5 കപ്പ് ഉണ്ട്, അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ നമുക്കിതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇളക്കി കൊണ്ടിരിക്കണം. അതായത് ഇടയ്ക്ക് ഇട്ടിട്ടും പോകരുത്. അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോഴാണ് ഇത് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇത് ചെറുതായിട്ട് പിരിഞ്ഞ പോലെ തോന്നുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയൊന്നും വരില്ല. പക്ഷെ വരുവാണെങ്കിൽ സാരില്ല, കാരണം നമ്മളിത് ഇളക്കി നന്നായിട്ട് കുറുക്ക് പോലെ, അതായത് ഇതിനെയും കൂടെ നന്നായിട്ട് വറ്റിച്ചെടുക്കുവാണ്. നമ്മൾ ചേർത്തിട്ടുള്ള ഈ തൈര് ഒന്നും വറ്റിച്ചെടുക്കുവാണ്. ഈ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് നന്നായിട്ട് വറ്റിച്ച് കിട്ടും.
അപ്പോൾ ഈ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കുറച്ച് വെള്ളം പോലെ ആയല്ലോ എന്ന്. അത് കുഴപ്പമില്ല, അത് അങ്ങനെയാണ്. കുറച്ച് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം പോലെയാകും. പിന്നെയാണ് അത് കുറുകി കുറുകി നല്ല കുറുക്ക് പരുവായിട്ട് വരിക. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിം കേട്ടോ. അപ്പോൾ ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഇതേപോലെ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ കുറുകേണ്ട ആവശ്യമില്ല, കാരണം ഇതിരിക്കും തോറും കുറുക്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെള്ളം പോലെ ആവാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫാണ്. നമ്മൾ നല്ല മയത്തിൽ പേസ്റ്റ് പോലെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു കുറച്ച് സമയം, ഒരുപാട് നേരമൊന്നും വേണ്ട, ഫ്യൂ സെക്കൻഡ്സ് മാത്രം മതി. കാരണം നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് നിറയെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് 2 ഉണക്കമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുറുക്ക് കാളനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. കുറച്ച് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.